ഞാനിപ്പോൾ നിൽക്കുന്നത് ഭാഗ്യനഗർ എന്ന സ്ഥലത്താണ്. ഇത് ഹൈദരാബാദ് അല്ലേ എന്ന് നിങ്ങളിൽ പലർക്കും സംശയം തോന്നാം. ഐതിഹ്യങ്ങൾ ചരിത്രമാകുന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ചാർമിനാർ. 14ാം നൂറ്റാണ്ടാണ് കൂലി കുത്തബ് ഷാ ചാർമിനാർ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ മുകളിലെ നിലയിലാണ് മസ്ജിദ് ഉണ്ടായിരുന്നത് കേട്ടോ. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നപ്പോൾ സ്വാഭാവികമായിട്ടും ചാർമിനാർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. മക്ക മസ്ജിദ് അടക്കം നിരവധി മസ്ജിദുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രാർത്ഥന സ്വാഭാവികമായിട്ട് നിലച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഭാഗ്യലക്ഷ്മി ക്ഷേത്രം എന്നാണ്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം പിന്നീട് എപ്പോഴാണ് ചാർമിനാറിൻ്റെ താഴെ ഒരു കല്ല് പ്രത്യക്ഷപ്പെടുന്നത്. ഭാഗ്യലക്ഷ്മി എന്നുള്ള പേരിലായിരുന്നു അത് ആരാധിക്കാൻ തുടങ്ങിയത്. ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ സ്വാഭാവികമായിട്ടൊരു കാര്യമായിരുന്നു ഇത്. പതിയെ ദേവിയുടെ അടുത്ത് വിശ്വാസികൾ കൂടുന്നു, പ്രതിഷ്ഠ ക്ഷേത്രമായിട്ട് മാറുന്നു, കൂടുതൽ ഭാഗങ്ങളിലേക്ക് ക്ഷേത്രഭൂമി വളരുന്നു, ദേവിയെക്കുറിച്ചുള്ള കഥകൾ പ്രചരിക്കുന്നു, ഭാഗ്മതിയുമായിട്ട് ബന്ധപ്പെടുത്തി കഥകൾ ഉണ്ടാക്കുന്നു. ചാർമിനാറിന് മുമ്പ് തന്നെ ഇവിടെ ക്ഷേത്രം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും ഒടുവിൽ യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി മോഡിയും ഹൈദരാബാദിനെ ഭാഗ്യനഗറിൽ അഡ്രസ് ചെയ്യുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയമപ്രകാരം ഇത് കൃത്യമായ കയ്യേറ്റമാണ്. 15 വർഷം മുമ്പ് വന്നിട്ടുള്ള എന്നെ സംബന്ധിച്ച് ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. ഇപ്പോൾ അത് വളരെ വലുതായിട്ടുണ്ട്. ഇത് ബ്രിട്ടീഷ് പീരീഡിലൊരു ചിത്രമാണ്. ഇത് 1962 86 പ്രസിദ്ധീകരിച്ച ചില പത്രങ്ങളുടെ ഫോട്ടേജാണ്. ഒന്നിൽ ക്ഷേത്രമുണ്ട്, ഒന്നിൽ ക്ഷേത്രമില്ല.